ഞണ്ടിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സൈസ് ഞണ്ടുകളുണ്ട്. ഞണ്ട് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഞണ്ടുകളുണ്ട്. വെള്ളം തീരെ ആവശ്യമില്ലാത്ത ഞണ്ടുകളുണ്ട്. കരയിൽ മാത്രം ജീവിക്കുന്ന, വെള്ളം ഉണ്ടായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കരയിൽ കൂടുതലായിട്ട് ജീവിക്കും. മരത്തിലൊക്കെ കയറി പോകുന്ന സൈസ് ഞണ്ടുകളുണ്ട്. അതെന്തായാലും തിന്നാൻ പറ്റില്ല, കരയിൽ മാത്രമായിട്ട് ജീവിക്കുന്ന. പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഞണ്ടുകൾ, ആ ഞണ്ടുകളെ കുറിച്ച് പൊതുവെ പണ്ഡിതന്മാർ രണ്ടഭിപ്രായമാണ് പറഞ്ഞത്. തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, തിന്നുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, അനുവദനീയമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഈ കടലിൽ മാത്രം ജീവിക്കുന്ന ഞണ്ടുകളുണ്ട്. അപ്പം നമുക്കൊക്കെ ഇവിടെയൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കടലിൽ മാത്രം ജീവിക്കുന്നതാണ്. കടലിലും കരയിലും ജീവിക്കുന്ന ഞണ്ടുകൾ പൊതുവെ ഈ പുഴ, പാടം ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് അത്തരം ഞണ്ടുകൾ കിട്ടുക. അവയാണ് തിന്നാൻ പാടില്ല എന്നും അതല്ല തിന്നൽ അനുവദനീയമാണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. വേണ്ടതുപോലെ ചെയ്യാം. കടലിൽ ജീവിക്കുന്ന ഞണ്ടുകൾ, കടലിൽ ജീവിക്കുന്ന ഞണ്ടുകൾ തിന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. എങ്കിലും നമ്മുടെ കേരളീയനായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കടലിലുള്ള ജീവികളായ ഞണ്ട്, മുതല, അതുപോലെ തന്നെ ആമ, തവള ഇവയൊന്നും ഭക്ഷിക്കൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. കേരളീയനായ പണ്ഡിതൻ എന്നുള്ള നിലക്ക് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം നമുക്ക് മാനിച്ച് തിന്നൽ ഒഴിവാക്കാം. ഇനി അതല്ല, തിന്നൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരുടെ അഭിപ്രായം എടുത്തുകൊണ്ട് നമുക്ക് തിന്നുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടിനെയും എന്ത് ചെയ്യാൻ പറ്റൂല, എതിർക്കാനൊന്നും പറ്റൂല. അഭിപ്രായങ്ങൾ, പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് സമൂഹത്തിനൊരു നന്മയാണ്. എപ്പോഴും ആരുടെ അഭിപ്രായവും നമുക്ക് സ്വീകരിക്കാം, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം. സൈനുദ്ദീൻ മഖ്ദൂമിനെയാണ് നമ്മൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്നതെങ്കിൽ ഞണ്ട് തിന്നുന്നതിൽ പൂർണ്ണമായി ഒഴിവാക്കാം, നല്ലതാണ്. ഇനി അതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു പണ്ഡിതന്മാരെ, ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ഞണ്ട് ഭക്ഷിക്കുകയും ചെയ്യാം, കുഴപ്പവുമില്ല.